അവിശ്വസനീയമായ രീതിയിലാണ് കണ്ണൂർ കൂത്തുപറമ്പുള്ള വട്ടിപ്പുറത്ത് ക്വാറിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഏകദേശം ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ വെള്ളവും മണ്ണും കല്ലുകളുമൊക്കെ കുത്തിയൊലിച്ച് വന്നിട്ടുള്ളത്. ഒരു വീട് പൂർണ്ണമായും മറ്റൊരു വീടിൻ്റെ ഏകദേശം മിക്ക ഭാഗങ്ങളിലും തന്നെ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊട്ടും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു വലിയ ക്വാറിയാണ്. വർഷങ്ങളായി 10-20 വർഷത്തോളം തന്നെ പ്രവർത്തിക്കാതെ നിൽക്കുന്ന ഒരു ക്വാറിയാണ്. അതിൽ വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം ശക്തമായ മഴയും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ 3 ഭാഗത്തു നിന്നും ഏകദേശം അത്തരത്തിൽ 3 ഭാഗത്തു നിന്നും മണ്ണും അതുപോലെ തന്നെ വലിയ വൻമരങ്ങളുമെല്ലാം ഇടിഞ്ഞ് ഈ ക്വാറിയിലേക്ക് വീഴുന്നു. അപ്പോൾ ആ ക്വാറിയിൽ ഉണ്ടായിട്ടുള്ള വെള്ളം അപ്പാടെ തന്നെ കവിഞ്ഞ് നേരെ കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ടെറസിലാണുള്ളത്. ഈ ടെറസിന് മുകളിലേക്ക് വന്നു പതിച്ചിട്ടുള്ള കല്ലുകൾ, ഇത്രയും വലിയ കല്ലുകൾ വലിയ ശക്തിയോടുകൂടി കുത്തിയൊലിച്ചെത്തുന്നു. തലനാരിഴയ്ക്ക് എന്ന് തന്നെ പറയാം, അത്ഭുതകരമായി തന്നെ എന്ന് പറയാം. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ള. തൊട്ട് മുകളിലാണ് ബാബു, ലീല എന്നിവരുടെ വീട്. അവരും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രണീത് എന്ന് പറയുന്നവരുടെ വീടിന് മുകളിലാണ്. ഇവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. എന്തായിരുന്നു സത്യത്തിൽ ഈ ഒരു പുലർച്ചെ 5:30 ഇവിടെ സംഭവിച്ചത്? പുലർച്ചെ 5:30 വലിയൊരു ശബ്ദം കേട്ടു. എന്തെല്ലോ വന്ന് ടെറസിൻ്റെ മുകളിൽ വീഴുന്നത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന ഉറക്കമായിരുന്നു. നമ്മളെ മുകളിലേക്കാണ് കോൺക്രീറ്റ് എല്ലാം വന്ന് വീണത്. അന്നേരം ആ സമയം നമ്മൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എല്ലാം തകർന്നിരിക്കുന്നു. ഷീറ്റിട്ടതും എൻ്റെ വീട് മൊത്തം തകർന്നിരിക്കുന്നു. അതാ കാണുന്നത്. നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ വലിയ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു? വലിയ അങ്ങനെ ഒന്നും കാണുന്നില്ല, പക്ഷെ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് എന്തെല്ലോ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. പുറത്ത് വന്ന് അവിശ്വസനീയമായി നോക്കുമ്പോൾ ഷീറ്റെല്ലാം പറന്നു പോയിരിക്കുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇത് കോറ പൊട്ടിയതാണെന്ന്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വിശ്വസിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല ഇത് പൊട്ടുമെന്ന്. പക്ഷെ നമ്മളൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ മൈൻഡിൽ ഇത് വരുന്നത്, ഇതിങ്ങനെ കോറ പൊട്ടിയതാണ്. ശരിക്കും ഞങ്ങൾ ഉരുൾപൊട്ടലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അത് കൺമുന്നിൽ കണ്ട് എന്നുവെച്ചാൽ ഉരുൾപൊട്ടിയ താഴോട്ടേ പോവുക. ഇത് എല്ലാം കൂടി ടെറസിന്റെ മുകളിൽ ടെറസ് മൊത്തം തകർന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ കോൺക്രീറ്റിന്റെ മുകളിലേക്ക് ഇത്രയും വലിയ പാറയൊക്കെ വന്ന് പതിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതകരം തന്നെ പറയല്ലേ? അതൊരു അവിശ്വസനീയമാണ്. എന്താ വെച്ചാൽ എൻ്റെ 2 വണ്ടിയും പോയി. വണ്ടിയിലും ഉണ്ട് വലിയ വലിയ പാറക്കല്ല്. അത് നമ്മൾ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ, അത് ഇത് കൺമുന്നിൽ കണ്ടു. നിങ്ങളും മക്കളും ഭാര്യ ഒന്നിച്ച് ഉറങ്ങുമ്പോഴാണോ ഈ സംഭവം? ഒന്നിച്ച് ഉറങ്ങുമ്പോൾ കുട്ടികളൊക്കെ ആ സമയത്ത് എങ്ങനെയാ എഴുന്നേറ്റ്? എല്ലാവരും ഉറങ്ങി. ഞാൻ എല്ലാവരെയും എടുത്ത് ഓടുക ചെയ്തത് പുറത്തേക്ക്. ഇപ്പം വീടിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും തന്നെ ഈ പരിക്കുകൾ ഉണ്ടല്ലേ? എല്ലാം പോയി. ഇനി ഇത് റിപ്പയർ ചെയ്യാന്ന് സംശയമാണ്, അറിയില്ല. ടെറസ് പോയി, അതുപോലെ തന്നെ ഇതിന്റെ ഷീറ്റുകൾ പോയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കോൺക്രീറ്റ് തന്നെ വലിയ കല്ലുകളൊക്കെ പതിച്ചുകൊണ്ട് തന്നെ ഒരു ബലക്ഷയം പോലുള്ള പല ഭാഗത്തും ക്രാക്കുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു ആയുസ് കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള ഒരു സമ്പാദ്യം പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ ആ പറഞ്ഞതാണ്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം ഇങ്ങനെ ഒരു വൻ അപകടം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. പുലർച്ചെ 5:00 കുടുംബം കിടന്നുറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ഇവരുടെ വണ്ടിക്കകത്ത് പോലും, അതായത് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിനകത്ത് പോലും കല്ലുകൾ, വലിയ കല്ലുകൾ എന്ന് പറയുമ്പോൾ അതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. വലിയ കല്ലുകളാണ്, വലിയ പാറക്കല്ലുകളാണ് ഇത്തരത്തിൽ പതിച്ചിട്ടുള്ളത്. ഈ വണ്ടിക്കകത്തും പതിച്ചു, പുറത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൻ്റെ മുകളിലേക്കും ഇങ്ങനെ കല്ലുകൾ പതിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് പോലും ആ സമയത്ത് ഇവർക്ക് ആർക്കും തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മഴയുണ്ടായതോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ കാറ്റുകളോ വലിയ സംഭവങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഈ ക്വാറിക്കകത്തേക്ക് ഇങ്ങനെ 3 ഭാഗത്തു നിന്നും ഏകദേശം വലിയ അളവിൽ ഈ കല്ലും മണ്ണും വൻമരങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന് പതിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നിട്ടുള്ള വെള്ളം അപ്പാടെ തന്നെ വളരെ ശക്തിയോടുകൂടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ മുകൾ ഭാഗത്തെല്ലാം തന്നെ, അതിൻ്റെ മുകൾ ഭാഗമെല്ലാം തന്നെ കടപുഴകി പോകുന്നൊരു സാഹചര്യം പല ദൃശ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത്രയും ഭീകരമായ തോതിലുള്ള വെള്ളം കുത്തിയൊലിച്ചെത്തിയത്. റോഡിലും അതുപോലെ തന്നെ ഇവിടത്തേക്ക് എത്തുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ കല്ലുകളൊക്കെ തന്നെ പതിച്ചത് നമുക്ക് കാണാനും വേണ്ടി കഴിയും. എന്തായാലും വിശ്വസനീയമാണ്. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് ആളപായമില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒരുപാട് നാശനഷ്ടമുണ്ട്. 2 വീടുകൾ തന്നെ പൂർണ്ണമായും തന്നെ തകർന്നൊരു സാഹചര്യം. മുകളിലെ വീട് പൂർണ്ണമായും തന്നെ തകർന്നു. ഇവിടെ കോൺക്രീറ്റ് പാടികൾ വാസയോഗ്യമല്ലാത്ത രീതിയിൽ പ്രണീതിൻ്റെ വീട് തകർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തൊട്ടടുത്തുള്ളൊരു വീടിനും ചെറിയ തോതിലുള്ള കേടുപാടുകളുണ്ട്. 2 വാഹനങ്ങൾ പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ആളപായമില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ളത്. വലിയ ഒരു ദുരന്തമാണ് തലനാരിഴക്ക് ഒഴിവായത്. ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി
വേണ്ടി കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപുഴയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.